ഹായ്, ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കസ്റ്റമർ വിളിച്ച് പറഞ്ഞു 10 മണിയാകുമ്പോൾ റെഡി ആയിരുന്നു, പുറത്ത് പോയിട്ട് ബൺ പെറോട്ട കഴിക്കണം. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ സഫാരി പോയിട്ട് രാത്രിയിലൊരു 1 o'clock ആയപ്പോൾ തിരിച്ചു വന്നപ്പം അവിടെ ഒരു ബൺ പെറോട്ട കയറി കഴിച്ചു. അപ്പം ആ സമയത്ത് നമുക്ക് വിശക്കൊന്നൊന്നുമില്ല, ജസ്റ്റ് വെറുതെ നമ്മളൊരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയ മീൻസ് ചായ, ഞാൻ ചായയാണ് കുടിച്ചത്. അപ്പോൾ അവിടെ അങ്ങനെ ആൾക്കാർ ഭയങ്കര തിരക്ക്, ഈ രാത്രിയിലും ഇത്ര തിരക്കപ്പോൾ എല്ലാവരും ബൺ പൊറോട്ട കഴിക്കുന്നു. നമുക്കറിയത്തില്ലായിരുന്നു. അതിൻ്റെ ഹോട്ടലിൻ്റെ പേര് തമിഴ്നാടു എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ്. അപ്പം ഞങ്ങൾ ചുമ്മാ 3 എണ്ണം പറഞ്ഞു, ഓരോന്നോരോന്ന് വെച്ചിട്ട്. ഞാനും നമ്മുടെ കസ്റ്റമർ ജിഷ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കസ്റ്റമർ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റാണ്. സോ പുള്ളിക്കാർ വിളിച്ച് പറഞ്ഞു ഇന്ന് നമുക്ക് പോവാം മോനുമായിട്ട്. അപ്പം മോനും ഞങ്ങളെല്ലാവരും ഒരു 10 മണിയാകുമ്പോൾ കഴിക്കാൻ പോകുന്ന ശേഷം ഞാൻ ആക്ച്വലി ഇത് അവിടുന്ന് നല്ല ഇഷ്ടപ്പെട്ടുകൊണ്ട് അവിടുന്ന് ഒരു മെനു എല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് വന്നേ. ലഞ്ച് ടൈം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വല്ലതും ഓർഡർ ചെയ്യുന്നു. പക്ഷെ അവിടെ ഡിന്നർ ടൈമിൽ മാത്രമേ ഉള്ളൂ ഈവനിങ് ബൺ പൊറോട്ട. ഭയങ്കര സോഫ്റ്റ്, ഇത്രയേ ഉള്ളൂ കേട്ടോ, തന്നെയാണ് പടം, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ടേസ്റ്റ്. അപ്പം നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം എനിക്ക് ഭയങ്കര ഇതായിരുന്നു, ഒരു ഭയങ്കര സങ്കടമായിരുന്നു. എനിക്കിവിടെ ഫ്രണ്ട്സൊന്നുമില്ല. നാട്ടിലാകുമ്പോൾ നമുക്ക് എന്തിനും ഫ്രണ്ട്സ് ഉണ്ട്, പുറത്ത് പോകാനാണെങ്കിലും അല്ലേ. ഇവിടെ അപ്പോൾ അങ്ങനെ ആരും ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ ടെൻഷനായിരുന്നു. ഇവിടെ വന്ന് എൻ്റെ ഈ ബിൾബിൾ സ്വഭാവത്തിൽ എനിക്ക് ഇവിടെ നിറയെ കമ്പനിക്കാരുണ്ട് സത്യത്തിൽ. എൻ്റെ ഓഫ് ഡേ നോക്കിയിട്ട് വേറൊരു പുള്ളിക്കാരിയുണ്ട്, ഒരു ട്രിവാൻഡ്രത്തുള്ള. അപ്പം ട്യൂസ്ഡേ ആണ് എൻ്റെ ഓഫ് ഡേ. മിക്ക ദിവസം ഈവനിങ് ഞാൻ പിന്നെ വിളിക്കും, നീ ഇവിടെ, ഞാൻ പറഞ്ഞ റൂമിലുണ്ട്, എന്നാ നമുക്കൊന്ന് പുറത്ത് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോകും. പിന്നെ കുറേ വേറെ ഞങ്ങളുടെ ഇപ്പം ഇവിടെ ഹെഡ് നേഴ്സായിട്ടൊക്കെ വർക്ക്. അപ്പോൾ സിസ്റ്റർ ഫോട്ടോ ചിക്കാരിയാണ്. അപ്പം ചേച്ചിയും പറയും, എടി നിങ്ങളൊരു ദിവസം ഫ്രീ ആകുമ്പോൾ വിളി, നമുക്കൊന്ന് പുറത്ത് പോകാമെന്നൊക്കെ പറയും. നമ്മൾ ചേച്ചി എങ്ങനെ പോസിബിൾ ആവില്ല, ബിക്കോസ് പുള്ളിക്കാരിക്ക് സാറ്റർഡേ സൺഡേ ആണ് ഓഫ്. ചില സാറ്റർഡേ പോകണം, സൺഡേ ഓഫാണ്. ഇവിടെ എനിക്ക് ട്യൂസ്ഡേ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറയും പോസിബിൾ എല്ലാം ബേബി എന്ന് പറയും. സോ ഇതിപ്പം ഈ പറഞ്ഞ ജിഷയും പിന്നെ സന്ധ്യ ചേച്ചിയൊക്കെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെയാണ് താമസിക്കുന്നത്. മറ്റേ പുള്ളിക്കാരിയൊക്കെ ഇച്ചിരി ദൂരെയാണ്. അപ്പോൾ ഇവരൊക്കെ ആകുമ്പം ഓഫീസ് വന്ന് കഴിഞ്ഞിട്ട് അതിന് രാത്രിയിലാണെങ്കിലും ഞങ്ങൾ പുറത്തു പോകും. കസ്റ്റമർ എന്നുള്ളൊരിതല്ല, എൻ്റെ ഈ ക്യാരക്ടറും ഉണ്ട്. നമുക്ക് എന്താ പറയുന്നത്, എവിടെ ചെന്നാലും എൻ്റെ ഇതിൻ്റെ ഇടയിലെല്ലാം അപ്പുറത്തൊരാൾ സംസാരിക്കാൻ കേൾക്കാം. പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റില്ല, ആൾ ഫോണിലാണ്. നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്, അവളോട് ഫോൺ സംസാരിക്കരുതെന്ന് പറയുന്നത് ശരിയല്ല, അത് ഞാൻ ചെയ്യത്തില്ല. അത് നിങ്ങളങ്ങ് ക്ഷമിക്കുക. ഓക്കെ.